പ്രിയ വിദ്യാർത്ഥികളെ, 9th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 3rd യൂണിറ്റിലെ 3rd ലെസൺ വെയിറ്റിംഗ് ഫോർ റെയിൻ. ഈ ലെസണുമായി ബന്ധപ്പെട്ട് ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്ന ഏതാനും ക്വസ്റ്റ്യൻസും അവയുടെ ആൻസേഴ്സുമാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. എല്ലാ വിദ്യാർത്ഥികൾക്കും ഹൃദ്യമായ സ്വാഗതം. ക്വസ്റ്റ്യൻ എ. What did the author notice about the passengers during the turbulence? വിമാനയാത്രാവേളയിൽ വിമാനത്തിലുണ്ടായിരുന്ന ഇളക്കം. ഈ സന്ദർഭത്തിൽ യാത്രക്കാരെ സംബന്ധിച്ച് ഓഥർ എന്ത് കാര്യമായിരുന്നു പ്രത്യേകമായി ശ്രദ്ധിച്ചത്? ആൻസർ: ഡ്യൂറിംഗ് ദ ടർബുലൻസ് ദ പാസഞ്ചേഴ്സ് ഫെൽ ഇൻടു എ പെക്യൂലിയർ സൈലൻസ്. ആ വിമാനം ഇളകാൻ തുടങ്ങിയപ്പോൾ അതുവരെ സംസാരിച്ചും ചിരിച്ചുമൊക്കെ ബഹളം കൂട്ടിയിരുന്ന യാത്രക്കാർ പെക്യൂലിയർ സൈലൻസ്, വിചിത്രമായ അസാധാരണമായ ഒരു നിശബ്ദതയിലേക്ക് പോയി. എല്ലാവരും പെട്ടെന്ന് നിശബ്ദരായി. Question B. What were the young men from Northern India seeking in Kerala? യാത്രക്കാരായിരുന്ന നോർത്തേൺ ഇന്ത്യൻ യുവാക്കൾ എന്തായിരുന്നു കേരളത്തിൽ അന്വേഷിച്ചിരുന്നത്? അവർ എന്തിനായിരുന്നു കേരളത്തിലേക്ക് യാത്ര ചെയ്തിരുന്നത്? The young men from Northern India were seeking work in Kerala. അവർ കേരളത്തിൽ തൊഴിൽ തേടി പോവുകയായിരുന്നു. Where there were the myriad hues of green pastures in abundance, but a shortage of labor force and rain. കേരളത്തിൽ പച്ചപ്പും കേരളത്തിൽ പ്രത്യേകമായ ജീവിത സൗകര്യങ്ങളും എല്ലാം ധാരാളമായിട്ട് അബൻഡൻസ് ആയിട്ട് ഉണ്ടായിരുന്നു. എന്നാൽ എ ഷോർട്ടേജ് ഓഫ് ലേബർ ഫോഴ്സ്, വേണ്ടത്ര തൊഴിലാളികൾ ഉണ്ടായിരുന്നില്ല. ആൻഡ് റെയിൻ, മഴയും ഉണ്ടായിരുന്നില്ല. ക്വസ്റ്റ്യൻ സി. Why did the turbulence make the author happy? വിമാനത്തിന്റെ ടർബുലൻസ് ഓഥറെ സന്തോഷവതിയാക്കി. എന്തുകൊണ്ടായിരുന്നു ആ ടർബുലൻസ് ഉണ്ടായപ്പോൾ ഓഥർ സന്തോഷിച്ചത്? The turbulence made the author happy because it indicated the arrival of monsoon. വിമാനം ഇളകിയത് മൺസൂണിന്റെ, മഴയുടെ വരവിന്റെ ലക്ഷണമായിട്ടായിരുന്നു ഓഥർ മനസ്സിലാക്കിയത്. മഴയുണ്ടാകും, മഴക്കാലം വരുന്നു എന്നുള്ള കാരണമായിരുന്നു ഓഥർ സന്തോഷിച്ചത്. ക്വസ്റ്റ്യൻ ജി. What was the author's primary reason for traveling to Kerala? കേരളത്തിലേക്ക് യാത്ര ചെയ്യുന്നതിന്റെ പ്രധാന കാരണം എന്തായിരുന്നു? The author wanted to renew her acquaintance with the monsoon. ഓഥർ കേരളത്തിലേക്ക് യാത്ര ചെയ്യുന്നതിന്റെ പ്രഥമ കാര്യം ആ സമയത്ത് കേരളത്തിൽ മഴ പ്രതീക്ഷിച്ചായിരുന്നു. മഴക്കാലവുമായിട്ടുള്ള പരിചയം പുതുക്കുക, മഴയെ ആസ്വദിക്കുക എന്നൊക്കെയായിരുന്നു അവരുടെ ലക്ഷ്യം. ക്വസ്റ്റ്യൻ ഇ. Who did the author call every day? What was the query? എല്ലാ ദിവസവും ഓഥർ ആരെയായിരുന്നു വിളിച്ചിരുന്നത്? എന്തായിരുന്നു അവരുടെ ചോദ്യം, അന്വേഷണം? ആൻസർ: The author called her parents every day asking if it was raining there. എല്ലാ ദിവസവും ഓഥർ തന്റെ രക്ഷിതാക്കളെയായിരുന്നു വിളിച്ചിരുന്നത്. അന്ന് ഒക്കെ അവർ അന്വേഷിച്ചിരുന്നത് അവിടെ മഴ പെയ്യുന്നുണ്ടോ എന്നായിരുന്നു. ക്വസ്റ്റ്യൻ എഫ്. Why was the first day of the month of Karkidagam a disappointment for the villagers? ഗ്രാമീണരെ സംബന്ധിച്ചിടത്തോളം കർക്കിടക മാസത്തിലെ ആദ്യ ദിവസം നിരാശയായിരുന്നു. എന്തുകൊണ്ടായിരുന്നു അവർ നിരാശപ്പെട്ടത്? The first day of the month of Karkidagam was a disappointment for the villagers because they had expected heavy rain. കർക്കിടകത്തിലെ ആദ്യ ദിവസം തന്നെ ശക്തമായ മഴ ഗ്രാമീണർ പ്രതീക്ഷിച്ചിരുന്നു. But instead they received only a minor reluctant spell of rain. പക്ഷേ എന്നാൽ പകരം മഴയുടെ ഒരു സൂചന, അതും അല്പനേരത്തേക്ക് മാത്രമുള്ള ഒരു നേരിയ മഴ മാത്രമാണ് അവർക്ക് ലഭിച്ചത്. അതായിരുന്നു അവരുടെ നിരാശക്ക് കാരണം. ക്വസ്റ്റ്യൻ ജി. Where did the author expect to celebrate the onset of monsoon? മൺസൂണിന്റെ വരവ്, മഴക്കാലത്തിന്റെ ആരംഭം എവിടെ ആഘോഷമാക്കാനായിരുന്നു, ആസ്വദിക്കാനായിരുന്നു ഓഥർ കരുതിയിരുന്നത്, പ്രതീക്ഷിച്ചിരുന്നത്? The author expected to celebrate the onset of the monsoon in her village Mundakot Kurushi in Kerala. കേരളത്തിൽ തന്റെ സ്വന്തം ഗ്രാമമായ മുണ്ടക്കോട്ട് കുറിശി എന്ന ഗ്രാമത്തിൽ മഴയുടെ ആരംഭം, മഴക്കാലത്തിന്റെ തുടക്കം ആഘോഷിക്കുക എന്നതായിരുന്നു അവരുടെ ഉദ്ദേശം. ക്വസ്റ്റ്യൻ എച്ച്.
What, according to the author, is the impact of building concrete structures and cutting down trees on water resources? ജലസംഭരണ മേഖലകളിലൊക്കെയുള്ള മരങ്ങൾ വെട്ടിമാറ്റുകയും അവിടെയൊക്കെ വലിയ വലിയ കോൺക്രീറ്റ് ബിൽഡിങ്ങുകൾ കെട്ടിപ്പൊക്കുന്നതിൻ്റെയും തിക്തഫലം എന്താണെന്നാണ് ഓഥറുടെ അഭിപ്രായം. According to the author, building concrete structures and cutting down trees have caused wells and canals to dry up and the water table to drop significantly. ജലസംഭരണ മേഖലകളിൽ കോൺക്രീറ്റ് ബിൽഡിങ്ങുകൾ കെട്ടിപ്പടുത്ത് അവിടെ ഉണ്ടായിരുന്ന മരങ്ങളൊക്കെ വെട്ടിമാറ്റിയതിൻ്റെ ഫലമായി വെൽസ് ആൻഡ് കനാൽസ്, കിണറുകളും കനാലുകളും എല്ലാം തന്നെ ഇപ്പോൾ വരണ്ടു തുടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല, വാട്ടർ ടേബിൾ ടു ഡ്രോപ്പ് സിഗ്നിഫിക്കൻ്റ്ലി, ഭൂഗർഭ ജലത്തിന്റെ വിധാനം, അതിൻ്റെ അളവ് വളരെയധികം താഴ്ന്നിരിക്കുന്നു. If these activities continue, within a decade, the villages will have to pay for tanker water, just as the author does in Bangalore. ഇത്തരം പ്രവർത്തനങ്ങൾ തുടരുകയാണെങ്കിൽ ഒരു പതിറ്റാണ്ടിനകം തന്നെ കേരളത്തിലെ ഗ്രാമീണർക്കും ഓഥർ ചെയ്യുന്ന പോലെ, എഴുത്തുകാരി ബാംഗ്ലൂർ പട്ടണത്തിൽ ടാങ്കർ വാട്ടർ പണം കൊടുത്ത് വാങ്ങുന്ന പോലെ കേരളത്തിലെ ഗ്രാമീണർക്കും വെള്ളം പണം കൊടുത്ത് വാങ്ങേണ്ടി വരും. ഇതൊക്കെയായിരിക്കും ഇതിൻ്റെ ദുരന്തഫലം. Question I. Who does the author compare the monsoon to in terms of anticipation and disappointment? മൺസൂൺ പ്രതീക്ഷകളും നിരാശകളും കൊണ്ടുവരുന്നു. ഈ ഒരർത്ഥത്തിൽ മൺസൂണിനെ ഓഥർ ആരുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്? ആരോടാണ് ഓഥർ ഈ മഴക്കാലത്തെ നിരാശ കൊണ്ടുവരുന്നതും പ്രതീക്ഷ കൊണ്ടുവരുന്നതുമൊക്കെ ആയ മൺസൂൺ കാലത്തെ ആരോടാണ് കമ്പയർ ചെയ്യുന്നത്? Answer. The author compares the monsoon to a rich relative whose much-awaited visit turns into a joyless anticlimax. വളരെയേറെ പ്രതീക്ഷകളോടെ കാത്തിരിക്കുന്ന സമ്പന്നനായ ഒരു ബന്ധുവിൻ്റെ സന്ദർശനം, അത് പക്ഷേ അവസാനം ഒരു ജോയ്ലെസ് ആൻറ്റിക്ലൈമാക്സ്, ഒട്ടും സന്തോഷമില്ലാത്ത നിരാശയായിട്ടുള്ള ഒരു ആൻറ്റിക്ലൈമാക്സിൽ പര്യവസാനിക്കുന്നു. അത്തരത്തിലുള്ള ഒരു സന്ദർശനത്തിനോടാണ്, അങ്ങനെയുള്ള ഒരു റിച്ച് റിലേറ്റീവിനോടാണ് മൺസൂണിനെ കമ്പയർ ചെയ്യുന്നത്. ഗ്രാമവാസികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്നു, എന്നാൽ നിരാശയായിരുന്ന ഫലം. വേണ്ടത്ര പ്രതീക്ഷ പോലെ മൺസൂൺ മഴ കൊണ്ടുവന്നില്ല. Question J. What did the author's uncle accuse the monsoon of in the passage? ഈ പാസേജിൽ ഓഥറുടെ അങ്കിൾ കാലവർഷത്തെ കുറ്റപ്പെടുത്തുന്നുണ്ട്. എങ്ങനെയാണ് ആ കുറ്റപ്പെടുത്തൽ ചെയ്തിരിക്കുന്നത്? എന്തിനോടാണ്, എന്തായിട്ടാണ് കുറ്റപ്പെടുത്തിയിരിക്കുന്നത്? ദി ഓഥേഴ്സ് അങ്കിൾ അക്യൂസ് ദ മൺസൂൺ ഓഫ് മിയർലി കാട്ടിക്കൂട്ടിപ്പോവുക, ഒരുതരം കാട്ടിക്കൂട്ടിപ്പോവൽ എന്ന രൂപത്തിലാണ് ഈ വർഷത്തെ കാലവർഷത്തെ ഓഥറുടെ അങ്കിൾ കുറ്റപ്പെടുത്തിയത്. അതായത്, ഇറ്റ് ജസ്റ്റ് മെയ്ഡ് ദ സ്കൈ അപ്പിയർ ഗ്രേ വിത്ത് റംബ്ലിംഗ് തണ്ടർ ആൻഡ് സ്റ്റിൽനെസ് ഇൻ ദി എയർ ബട്ട് നോ റെയിൻ. ഇടിമുഴക്കം ഉണ്ടാക്കിക്കൊണ്ടും മഴ പെയ്യാൻ പോകുന്ന രൂപത്തിൽ അന്തരീക്ഷത്തെ സ്റ്റില്ലാക്കി നിർത്തിക്കൊണ്ട് ആകാശം മൂടിക്കെട്ടിയുന്ന ഒരവസ്ഥയിലൊക്കെ കൊണ്ടുവരും. ബട്ട് നോ റെയിൻ, അത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ, കാര്യമായ മഴ ഉണ്ടാകുന്നില്ല. ഈ രൂപത്തിൽ ഒരുതരം കാട്ടിക്കൂട്ടിപ്പോവുക എന്ന രൂപത്തിലായിരുന്നു മൺസൂൺ ഈ പ്രാവശ്യം പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് എന്നാണ് അങ്കിൾ കുറ്റപ്പെടുത്തിയത്. Question K. When did the author finally hear the sound of rain? മഴയുടെ ശബ്ദം ഓഥർ എപ്പോഴാണ് കേട്ടത്? Answer. The author heard the sound of rain at 2 a.m. while she was sleeping. പുലർച്ചെ 2 മണിക്ക് ഓഥർ ഉറങ്ങുമ്പോഴായിരുന്നു മഴയുടെ ശബ്ദം കേട്ടത്. Question L. How does the author describe the sound and feeling of rain? മഴയുടെ ശബ്ദത്തെയും മഴ ഉണ്ടാക്കിയ അനുഭവങ്ങളെയുമൊക്കെ എങ്ങനെയാണ് ഓഥർ വിശദീകരിക്കുന്നത്? ദി ഓഥർ ഡിസ്ക്രൈബ്സ് ദ സൗണ്ട് ഓഫ് റെയിൻ ആസ് മ്യൂസിക്കൽ. വളരെ സംഗീതാത്മകമായ ഒരു ശബ്ദമായിട്ടാണ് മഴയുടെ ശബ്ദത്തെ അവർ വിശദീകരിക്കുന്നത്. comparing it to different high and low rhythms in classical music, ranging from slow, medium to quick and lively. വളരെ പതുക്കെയുള്ളതും മീഡിയം വേഗത്തിലുള്ളതും ക്വിക്ക് ആൻഡ് ലൈവ്ലി വേഗത്തിലും ദ്രുതഗതിയിലുമുള്ളതുമായ വിവിധമായ ഉയർന്നതും താഴ്ന്നതുമായ റിതംസ്
താളങ്ങളൊക്കെ മഴയുടെ ശബ്ദത്തിൽ അവർക്ക് കേൾക്കാൻ കഴിഞ്ഞു. സംഗീതത്തിലെ വിവിധങ്ങളായിട്ടുള്ള താളമേളങ്ങളോടാണ് മഴയുടെ ശബ്ദത്തെ അവർ കമ്പയർ ചെയ്യുന്നത്. ഷീ ഫീൽസ് കംഫർട്ട് ആൻഡ് വാംത്ത്. മഴയിൽ അവർക്ക് ആശ്വാസവും സുഖവും ഊഷ്മളതയും എല്ലാം തോന്നി. അതുകൊണ്ട് തന്നെ ആൻഡ് സ്നഗിൾസ് ഇൻ ടു ബെഡ് ആസ് ദ റെയിൻ ഫാൾസ്. മഴ പെയ്തപ്പോൾ അതിൻ്റെ ഊഷ്മളതയിൽ അവർ പുതപ്പിനുള്ളിലേക്ക് ഒതുങ്ങിക്കൂടി ബെഡിലേക്ക് ചുരുണ്ടുകൂടി കിടന്നു. Question M. Why was the author afraid even to sigh in pleasure while watching the rain? മഴയെ നോക്കിയിരിക്കുമ്പോൾ സന്തോഷത്താൽ ഒരു നെടുവീർപ്പിടാൻ പോലും അവർക്ക് ഭയം തോന്നി. എന്തുകൊണ്ടായിരുന്നു അങ്ങനെ ഭയപ്പെട്ടത്? She watched the rain as if it were an exotic migratory bird. മനോഹരമായ മഴയെ പുറത്തുനിന്ന് വന്ന ഒരു മൈഗ്രേറ്ററി ബേർഡ്, ദേശാടന പക്ഷിയെ പോലെയായിരുന്നു മഴയെ അവർ നോക്കിക്കണ്ടത്. So she was afraid that she might frighten it away even with a sigh in pleasure. സന്തോഷത്തിന്റെ ഒരു നെടുവീർപ്പിട്ടാൽ പോലും ആ പക്ഷി ഒരുപക്ഷെ പറന്നു പോയേക്കാമോ എന്നവർ ഭയപ്പെട്ടു. താൻ അമിതമായി മഴയുടെ കാര്യത്തിൽ സന്തോഷിച്ചാൽ മഴ നിലച്ചു പോകുമോ നിന്നു പോകുമോ എന്നുള്ള ഒരു ഭയമായിരുന്നു. ആസ്വദിച്ച് മതി വന്നില്ല എന്നർത്ഥം. നെക്സ്റ്റ്, some more questions under Let's Rewind. Revisit the passage and respond to the following questions. ഈ ലെസൺ ഒന്നുകൂടെ വായിച്ച് ഇവിടെ നൽകിയിരിക്കുന്ന ഈ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ ശ്രമിക്കുക. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നൽകിയിരിക്കുന്ന ഈ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ അല്പം വിശദീകരിച്ച് ആൻസർ നൽകേണ്ടതാണ്. ചിലതൊക്കെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ പോലെയാണ് ചോദിച്ചിരിക്കുന്നത്. ഏതായാലും ആദ്യ ക്വസ്റ്റ്യൻ പരിശോധിക്കാം. How does the author describe the behavior of the monsoon? ലെസൺ മുഴുവനും വായിച്ചാൽ മാത്രമേ ഈ ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാൻ കഴിയുകയുള്ളൂ. ബിഹേവിയർ ഓഫ് ദ മൺസൂൺ, മഴക്കാലത്തിന്റെ ഒരു സ്വഭാവം, അതിൻ്റെ പെരുമാറ്റം ഏത് രീതിയിലായിരുന്നു എന്നാണ് ഓഥർ വിശദീകരിക്കുന്നത്. ഇവിടെ കഴിയുന്നത്ര ചുരുക്കിയാണ് ഇതിൻ്റെ ആൻസർ നൽകാൻ ശ്രമിക്കുന്നത്. The monsoon was much delayed. ഈ പ്രാവശ്യം മൺസൂൺ അല്പം വൈകിയിരുന്നു. Causing anxiety among the villagers about the increasing heat and drought. അതുകൊണ്ട് തന്നെ ഗ്രാമവാസികൾക്കിടയിൽ ചൂടിനെ കുറിച്ചും വരൾച്ചയെക്കുറിച്ചുമൊക്കെ അല്പം ആശങ്ക ഉണ്ടായിരുന്നു. അവരുടെ ആശങ്ക വർദ്ധിപ്പിക്കും വിധം മൺസൂൺ ഡിലേഡായി, വൈകിപ്പോയി. Although the sky looked cloudy, even in the month of Karkidakam, the monsoon was playing hide and seek. ആകാശത്ത് മേഘം മൂടിക്കെട്ടുമെങ്കിലും കർക്കിടക മാസത്തിൽ പോലും മൺസൂൺ ഒളിച്ചുകളി തുടർന്നു. Giving only a mild spell of rain, മഴ പെയ്യാതെ മഴയുടെ ഒരു സൂചന മാത്രം അല്പനേരത്തേക്ക് നൽകിക്കൊണ്ടായിരുന്നു മഴയുടെ കളി. The author compares the delayed monsoon to a much awaited visit of a rich relative that turns out to be disappointing. ഇത്തരത്തിൽ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മൺസൂണിന്റെ ഈ വരവ് ഓഥർ കമ്പയർ ചെയ്യുന്നത്, താരതമ്യം ചെയ്യുന്നത് നാം പ്രതീക്ഷിക്കുന്ന സമ്പന്നനായ ഒരു അതിഥിയുടെ വരവിനെ പോലെയാണ്. നാം ഏറെ ആഹ്ലാദത്തിൽ പ്രതീക്ഷയോടെ കാത്തിരുന്ന ആ അതിഥി പക്ഷേ വന്ന് അവസാനം നിരാശ തന്നതുപോലെയായിരുന്നു. മൺസൂണിനെ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഗ്രാമവാസികൾക്ക് മൺസൂൺ വന്നത് മഴ തീരെ കുറഞ്ഞ രൂപത്തിലായിരുന്നു, നിരാശയായിരുന്നു ഫലം. Question 2. What did the villagers feel about the delayed monsoon? വൈകിയ മഴക്കാലത്തെക്കുറിച്ച് ഗ്രാമവാസികളുടെ ചിന്തകൾ, അവരുടെ തോന്നലുകൾ എന്തൊക്കെയായിരുന്നു? The villagers were anxious and disappointed about the delayed monsoon. മൺസൂൺ വൈകിയ കാരണത്താൽ ഗ്രാമവാസികൾ ആകാംക്ഷയുള്ളവരും നിരാശരുമായിരുന്നു. The delay of the monsoon has caused the summer heat and drought increase intensity. വേനൽക്കാലത്തെ ചൂടും വരൾച്ചയും മൺസൂൺ വൈകുന്ന കാരണത്താൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി വർദ്ധിക്കുന്നു. There was scarcity of water. ജല ദൗർലഭ്യതയും ഉണ്ടായിരുന്നു. The villagers said that it had been 2 decades since they saw the wells and canals dry up.
and the water level fall so low. കഴിഞ്ഞ 2 പതിറ്റാണ്ടായി കിണറുകളും കനാലുകളും വരളുന്ന കാഴ്ചയാണ് അവർ കാണുന്നത്. ജലനിരപ്പും വളരെയധികം താഴുന്നു. ഈ 2 പതിറ്റാണ്ടിൽ വരൾച്ചയും ജലനിരപ്പ് താഴുന്നതും ഒക്കെ വളരെ കൂടുതലായിരുന്നു. Question 3. What emotions and sensations did the author experience when the monsoon finally arrived? അവസാനം മൺസൂൺ എത്തിയപ്പോൾ എന്തായിരുന്നു ഓഥറുടെ സെൻസേഷൻ ആൻഡ് ഇമോഷൻസ്? അവർക്ക് തോന്നിയ ആഹ്ലാദവും അല്ലെങ്കിൽ അവരുടെ വികാരവും എന്തൊക്കെയായിരുന്നു ഓഥർക്ക് തോന്നിയത്? When the rain finally fell on the tiled roof, she felt the sound as drumming. അവസാനം ഓഥറുടെ വീടിൻ്റെ ഓടുപാകിയ മേൽക്കൂരയിൽ മഴ വർഷിച്ചപ്പോൾ ആ ശബ്ദം ഡ്രമ്മിങ് സൗണ്ട് പോലെ, ഒരു ചെണ്ടയുടെ അല്ലെങ്കിൽ മദ്ദളത്തിൻ്റെ താളം പോലെയാണ് അവർക്ക് തോന്നിയത്. The rain brought a sense of comfort and she snuck into bed. ആശ്വാസം തോന്നി, വളരെയധികം ആശ്വാസവും കുളിരും അവർക്ക് അനുഭവപ്പെട്ടു. അതുകൊണ്ട് തന്നെ പുതപ്പിനുള്ളിലേക്ക്, ബെഡിലേക്ക് അവർ ചുരുണ്ടുകൂടി ഒന്നുകൂടെ കിടന്നു. The music of the rain was as soothing as classical music. ഒരു ക്ലാസിക്കൽ സംഗീതം പോലെ ആശ്വാസം പകരുന്നതായിരുന്നു മഴയുടെ ശബ്ദം ആയ സംഗീതം. And she compared the sound to various musical rhythms. മഴയുടെ ആ ശബ്ദത്തെ സംഗീതത്തിന്റെ വിവിധ താളങ്ങളോടാണ് അവർ കമ്പയർ ചെയ്തത്. She watched the rain as if it were a migratory bird. മഴയെ അവർ നോക്കിക്കാണുന്നത് വളരെ കൗതുകത്തോടെയായിരുന്നു. ഒരു ദേശാടന പക്ഷിയെ കാണുന്ന കൗതുകത്തോടെയായിരുന്നു മഴയെയും അവർ നോക്കിയത്. And she felt that the world was a beautiful place with the rain falling. മഴ പെയ്യുന്ന ഈ ലോകം ഏറ്റവും മനോഹരമായ ഒരിടമായി അവർക്ക് തോന്നി. Question 4. Discuss the author's anticipation, reflections and experience of the monsoon and the sense of well-being it brings to her. ഇതൊരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആണ്. മഴയെ സംബന്ധിച്ച ഓഥറുടെ ആൻറ്റിസിപ്പേഷൻ, പ്രതീക്ഷ, റിഫ്ലക്ഷൻസ്, മഴക്കാലത്തെക്കുറിച്ച ഓർമ്മകൾ, ആൻഡ് എക്സ്പീരിയൻസ്, അനുഭവങ്ങൾ, ഇതെല്ലാം തന്നെ വിശദീകരിക്കുക. അതോടൊപ്പം ദ സെൻസ് ഓഫ് വെൽബീയിങ് ഇറ്റ് ബ്രിങ്സ് ടു ഹർ, മഴ അല്ലെങ്കിൽ മഴക്കാലം ഓഥർക്ക് കൊണ്ടുവരുന്ന ഐശ്വര്യത്തിൻ്റെ ഒരു സെൻസ്, ചിന്ത, തോന്നൽ, ഇതിനെക്കുറിച്ചൊക്കെയാണ് വിശദീകരിക്കേണ്ടത്. Every year in June, the author returned to her home village in Kerala to celebrate the beginning of the monsoon. ഓരോ വർഷവും ജൂൺ മാസത്തിൽ ഓഥർ കേരളത്തിലെ സ്വന്തം ജന്മ ഗ്രാമത്തിലേക്ക് മഴക്കാലത്തിന്റെ തുടക്കം ആഘോഷിക്കാൻ വേണ്ടി, ആസ്വദിക്കാൻ വേണ്ടി വരുമായിരുന്നു. However, this year, just like last year, the monsoon did not arrive on time. എന്നാൽ ഈ വർഷവും കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ യഥാസമയത്ത്, കൃത്യസമയത്ത് മൺസൂൺ തുടങ്ങിയില്ല. The delay of monsoon greatly disappointed her. മൺസൂണിന്റെ വരവ്, അത് താമസിച്ചത് ഓഥറെ വല്ലാതെ നിരാശപ്പെടുത്തി. She reflected on her past experiences of the rainy season. മഴക്കാലത്തെക്കുറിച്ച് തൻ്റെ പഴയകാല ഓർമ്മകൾ അവർ ഓർത്തെടുത്തു. And discussed with her 85-year-old uncle how the monsoon used to be. മൺസൂൺ കാലം എങ്ങനെയൊക്കെ ആയിരുന്നു എന്ന കാര്യം തൻ്റെ 85 വയസ്സുള്ള അമ്മാവനുമൊത്ത് അവർ സംസാരിച്ച് ആ അനുഭവങ്ങളൊക്കെ പങ്കിട്ടു. The continuous rain would make everything wet and damp. മുമ്പൊക്കെ നിലക്കാതെ പെയ്യുന്ന, തുടരെ പെയ്തുകൊണ്ടിരിക്കുന്ന മഴ എല്ലാത്തിനെയും ഈർപ്പമുള്ളതാക്കും. Turning stones a mosaic green. കല്ലുകൾ പോലും, ചരൽക്കല്ലുകൾ പോലും മോസി ഗ്രീൻ, പായൽ പിടിച്ച പച്ച നിറത്തിലേക്ക് മാറും. ആൻഡ് കോസിംഗ് ദ ഫീൽഡ്സ് ആൻഡ് കനാൽസ് ടു ഓവർഫ്ലോ. പറമ്പും കനാലുകളും എല്ലാം തന്നെ ജലത്താൽ നിറഞ്ഞു കവിയും. വെൻ ദ മൺസൂൺ ഫൈനലി കെയിം, അങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ അവസാനം മഴക്കാലമായപ്പോൾ, മഴക്ക് തുടക്കമായപ്പോൾ, ദ സൗണ്ട് ഓഫ് റെയിൻ വാസ് ആസ് സൂത്തിങ് ആസ് ക്ലാസിക്കൽ മ്യൂസിക്. ഓഥറെ സംബന്ധിച്ചിടത്തോളം മഴ പെയ്യുന്ന ശബ്ദം ഒരു ക്ലാസിക്കൽ സംഗീതം പോലെ ആസ്വാദ്യമായിരുന്നു, ആശ്വാസകരമായിരുന്നു.
The magic of rain resonated in her as a sense of well-being. മഴയുടെ മാന്ത്രികത അവരുടെ മനസ്സിൽ ഐശ്വര്യത്തിൻ്റെ ഒരു ചിന്ത ഉണർത്തി പ്രതിധ്വനിപ്പിച്ചു. She watched the rain as if it were a migratory bird. മഴയെ ഒരു ദേശാടന പക്ഷി കാണുന്ന കൗതുകത്തോടെയാണ് അവർ നോക്കിക്കണ്ടത്. And she felt that the world was a beautiful place with the rain falling. മഴ പെയ്യുന്ന ഈ ഭൂമിയെ, ഈ ലോകത്തെ കാണാൻ ഏറ്റവും മനോഹരമായ ഒരിടം പോലെ അവർക്ക് തോന്നി. മഴയോടെയുള്ള ഈ ഭൂമി കാണാൻ അതീവ സുന്ദരം തന്നെ അവർക്ക് തോന്നി. Question 5. Describe this year's monsoon in your own words. ഈ വർഷത്തെ മഴക്കാലത്തെക്കുറിച്ച് നിങ്ങളുടെ വാക്കുകളിൽ വിശദീകരിക്കുക. ഇതും ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആണ്. മാത്രമല്ല തികച്ചും സബ്ജക്റ്റീവായ ഒരു ക്വസ്റ്റ്യൻ. ഓരോ വിദ്യാർത്ഥിക്കും വ്യത്യസ്തമായ അഭിപ്രായങ്ങളും അനുഭവങ്ങളുമാവും ഉണ്ടാവുക. ഇവിടെ ഒരു മോഡൽ ആൻസർ നൽകിയിട്ടുണ്ട്. വിദ്യാർത്ഥികൾ ഇത് വായിക്കുക. ഇത് മോഡലാക്കിക്കൊണ്ട് സ്വന്തം അനുഭവങ്ങളും അഭിപ്രായങ്ങളും ഒരു പാരഗ്രാഫിൽ എഴുതുക. This year's monsoon was comparatively better than last year's. കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ മഴ കിട്ടിയ ഒരു മൺസൂൺ കാലമായിരുന്നു താരതമ്യേന ഈ വർഷത്തേത്. The heavy rainfall filled our fields, rivers and all reservoirs. നമ്മുടെ തോടും പാടവും all reservoirs, എല്ലാ ജലസംഭരണികളും ശക്തമായ മഴ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞു. അതുകൊണ്ട് തന്നെ easing fears of drought and water scarcity, വരൾച്ചയെക്കുറിച്ചും ജല ദൗർലഭ്യതയെക്കുറിച്ചുമൊക്കെയുള്ള ഭയപ്പാടും കുറഞ്ഞു. The relentless rain forced schools to close for many days as a safety precaution. നിരന്തരമായ മഴ, നിർത്താതെ പെയ്ത മഴ ഒരു സുരക്ഷാ സംവിധാനം എന്ന നിലക്ക് പല ദിവസങ്ങളും സ്കൂളുകൾ പോലും അടച്ചിടാൻ നിർബന്ധിതമാക്കി. വിദ്യാർത്ഥികൾക്ക് മഴ മൂലമുണ്ടാകുന്ന, വെള്ളക്കെട്ട് മൂലമുണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി സേഫ്റ്റി പ്രിക്കോഷൻ എന്ന രീതിയിലായിരുന്നു സ്കൂളുകൾ ഏറെ ദിനം അടഞ്ഞുകിടന്നത്. However, this year no one could enjoy the beginning of the monsoon season. എന്നാൽ മഴക്കാലത്തിന്റെ തുടക്കം ഈ വർഷം കൂടുതൽ ആർക്കും തന്നെ ആസ്വദിക്കാനും ആഘോഷിക്കാനും സാധ്യമായില്ല. Unfortunately, this year's monsoon brought disasters to many parts of our state and neighboring regions. നമ്മുടെ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും അയൽ സംസ്ഥാനത്തിന്റെ ചില ഏരിയകളിലുമൊക്കെ ഈ വർഷത്തെ മൺസൂൺ ഡിസാസ്റ്റേഴ്സ്, ദുരന്തമാണ് കൊണ്ടുവന്നത്. In Wayanad, a devastating landslide claimed hundreds of lives. വയനാട് ജില്ലയിൽ ദുരിതം വിതച്ച ഒരു ലാൻഡ്സ്ലൈഡ്, ഉരുൾപൊട്ടൽ, നൂറുകണക്കിന് ജീവനാണ് എടുത്തത്. With many still missing, പലരും ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്നറിയാതെ മിസ്സിംഗ് ആണ്. Countless homes, businesses and schools were destroyed. എണ്ണമറ്റ വീടുകളും ബിസിനസ് സ്ഥാപനങ്ങളും സ്കൂളുകൾ പോലും തകർന്നടിഞ്ഞു. Including the loss of numerous school children. നാശനഷ്ടങ്ങളിൽ ധാരാളം സ്കൂൾ കുട്ടികൾ പോലും ഉൾപ്പെട്ടു. The pain caused by the tragedies was doubled by another landslide that occurred in Karnataka. അയൽ സംസ്ഥാനമായ കർണാടകത്തിലുണ്ടായ മറ്റൊരു ഉരുൾപൊട്ടൽ വയനാട് ദുരന്തത്തിന്റെ വേദനകളെ ഇരട്ടിയാക്കി. In this landslide, a Malayali named Arjun was swept into a river with his lorry and disappeared forever. കർണാടകത്തിലെ ആ ദുരന്തത്തിൽ അർജുൻ എന്നു പേരുള്ള ഒരു മലയാളി താൻ ഓടിച്ചിരുന്ന ലോറിയോടടക്കം ഒരു പുഴയിലേക്ക് ഒഴുക്കപ്പെട്ടു. ആൻഡ് ഡിസപ്പിയർഡ് ഫോർ എവർ, എന്നേക്കുമായി അപ്രത്യക്ഷമാവുകയും ചെയ്തു. This year's monsoon has been a heartbreaking ordeal for all Keralites. ഈ വർഷത്തെ മഴക്കാലം കേരളീയരെ സംബന്ധിച്ചിടത്തോളം പരീക്ഷണങ്ങളുടെ, ദുരന്തങ്ങളുടെ, ഹൃദയഭേദകമായ വേദനകളുടെ ഒരു പരീക്ഷണ കാലഘട്ടമായിരുന്നു. Sadly, many of these disasters are a result of human activities. എന്നാൽ മറ്റൊരു ദുഃഖ സത്യം എന്നുള്ളത്, ഇങ്ങനെയുള്ള ദുരന്തങ്ങളെല്ലാം തന്നെ ഹ്യൂമൻ ആക്ടിവിറ്റീസ്, മനുഷ്യനിർമ്മിതമാണ്, മനുഷ്യന്റെ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്നതാണ് എന്നുള്ളതാണ് ഒരു ദുഃഖ സത്യം. The Wayanad landslide is believed to be a consequence of unscientific mining and construction in ecologically sensitive areas.
പരിസ്ഥിതി ദുർബല പ്രദേശമായ വയനാട്ടിൽ അശാസ്ത്രീയമായി നടത്തുന്ന മൈനിങ്ങും അതോടൊപ്പം തന്നെ കൺസ്ട്രക്ഷൻ നിർമ്മാണങ്ങളുമാണ് അവിടെ ഉണ്ടായ ലാൻഡ് സ്ലൈഡ് ആ ഉരുൾപൊട്ടലിന് കാരണമായതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇത്രയുമാണ് വെയിറ്റിംഗ് ഫോർ റെയിൻസ് എന്ന ലെസണുമായി ബന്ധപ്പെട്ട് ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്ന വിവിധ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ്. ഈ വിശദീകരിച്ച ആൻസേഴ്സ് എല്ലാം തന്നെ വിദ്യാർത്ഥികൾക്ക് മനസ്സിലായിരിക്കും, ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഈ ലെസണുമായി ബന്ധപ്പെട്ട് ടെക്സ്റ്റ് ബുക്കിൽ ഒട്ടനവധി ആക്ടിവിറ്റീസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഓരോന്നായി തുടർന്ന് വരുന്ന വീഡിയോയിൽ വിശദീകരിക്കും. ഇത്തരത്തിൽ ഉപകാരപ്രദമായ വീഡിയോസ് തുടർന്നും ലഭിക്കാൻ ഇംഗ്ലീഷ് എഡ്യൂസ്പോട്ട് എഡ്യൂ വീഡിയോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.